ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 29-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ശുഭ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും തൻ്റെ 2 ഭാര്യമാർ പെനീന, ഹന്ന എന്ന 2 ഭാര്യമാരെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബഹുഭാര്യത്വം ദൈവഹിത പ്രകാരമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പഴയ നിയമകാലത്ത് ദൈവം അത് അനുവദിച്ചിരുന്നു. പല പഴയ നിയമഭക്തന്മാർക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ് എൽക്കാന. എന്നാൽ എൽക്കാന ചെയ്തതായിരിക്കുന്ന ഒരു തെറ്റ് അവിടെ തെറ്റെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ 2 ഭാര്യമാരിൽ ഒരുത്തി എൽക്കാന മറ്റവളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നു, പെനീനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, ദൈവം ഹന്നയുടെ ഗർഭപാത്രത്തെ അടച്ചിരുന്നു, എന്നാൽ പെനീനയ്ക്ക് മക്കളുണ്ടായി. ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ഓഹരി ഭാഗിക്കുന്ന എല്ലാ സമയത്തും പെനീനയ്ക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി ഓഹരി ഹന്നയ്ക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ബഹുഭാര്യത്വം ദൈവം അംഗീകരിച്ചിട്ടുള്ള ഒന്നല്ല എങ്കിലും ദൈവം അത് അനുവദിച്ചു അക്കാലഘട്ടങ്ങളിൽ. എന്നാൽ ബഹുഭാര്യത്വമുള്ളവർ ഭാര്യമാരെ തുല്യമായി സ്നേഹിക്കുവാൻ കടപ്പെട്ടവരായിരുന്നു. ഒരാളെ കൂടുതൽ സ്നേഹിക്കാനും ഒരാളെ കുറച്ച് സ്നേഹിക്കാനും ഒരിക്കലും അനുവാദമുണ്ടായിരുന്നില്ല. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, നമുക്കറിയാം. ഒരാളെ കൂടുതൽ സ്നേഹിച്ചു, ഒരാളെ കുറച്ച് സ്നേഹിച്ചു. അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ യാക്കോബ് ധാരാളം ആ കുടുംബത്തിന് അനുഭവിക്കുവാനായിട്ടിടയായി. ഹന്നയ്ക്ക് മക്കളില്ല എന്നുള്ള കാരണത്താൽ ഹന്നയെ പെനീന മാനസികമായി പീഡിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. മക്കളുടെ പ്രാധാന്യം അക്കാലത്ത് വളരെയേറെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പം മക്കൾ ഭാരമായിട്ടാണ് പലർക്കും തീരുന്നത്. അതുകൊണ്ട് മക്കൾ വേണ്ട എന്നൊരു ചിന്താഗതിയിലേക്കൊക്കെ ആളുകൾ വരുന്നുണ്ട്. വന്നാൽ കഷ്ടിച്ചാൽ 1 മതി എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്ത് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും 3 മക്കളെ നിങ്ങൾക്കാകാം, അതിൽ കൂടുതലുമായാലും കുഴപ്പമില്ല എന്ന് പറയാൻ സ്ഥിതിയായി. കാരണം മക്കളുടെ പ്രാധാന്യം ലോകം അറിയാനായിട്ട് തുടങ്ങി. മക്കളില്ല, ജനസംഖ്യ വർദ്ധിക്കാതെ ലോകത്തിന് നിലനിൽപ്പില്ല. ദൈവം പറഞ്ഞത് നിങ്ങൾ പെറ്റുപെരുക്കി ഭൂമിയെ കീഴടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഹന്നായിക്ക് മക്കളില്ല എന്ന കാരണത്താൽ പെനീന ഹന്നയെ മാനസികമായി പീഡിപ്പിച്ചു. പക്ഷേ ഹന്ന ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു, വളരെ ഭക്തിയായ സ്ത്രീ. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും തൻ്റെ പ്രയാസങ്ങൾ ദൈവസന്നിധി പരിഹരിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു സ്ത്രീയാണ് ഹന്ന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രീതിയും അനുഗ്രഹവും അവൾ പ്രാർത്ഥന കൊണ്ട് നേടിയെടുത്തു, ഉപവാസം കൊണ്ട് നേടിയെടുത്തു. പെനീനയുടെ ധിക്കാരമോ അത് അവൾക്ക് ആപത്തായി തീർന്നു എന്ന് ഞാൻ പറയട്ടെ. നമ്മളുടെ ധിക്കാര മനോഭാവം ദൈവസന്നിധിയിൽ നമ്മളെ അടുപ്പിക്കുന്നില്ല. എന്നാൽ ഹന്നയുടെ വിനയവും പ്രാർത്ഥനയും അവളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചു. ആണ്ടുതോറും ഈ എൽക്കാന കുടുംബം ദൈവസന്നിധിയിലേക്ക് പോകുമായിരുന്നു. അവരെ അവിടെ പോയി യാഗം കഴിക്കുകയും പ്രാർത്ഥന കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഹന്ന കണ്ടെത്തിയ ഒരു സത്യമാണ്, അന്ന് പുരോഹിതനായിരുന്ന ഏലിയുടെ മക്കൾ വളരെ ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളാണ്, ഹോഫ്നിയും ഫീനഹാസും. അവരെ ദൈവത്തിൻ്റെ യാഗങ്ങളെ അപമാനിക്കുകയും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ ഒഴിഞ്ഞു വെച്ചതായിരിക്കുന്ന സ്ത്രീകളെ, കന്യകമാരെ അവർ വഷളാക്കുകയൊക്കെ ചെയ്ത് കണ്ടു. ഇത് കണ്ടിട്ട് ഹന്നായുടെ ഹൃദയം വളരെ വേദനിച്ചു. ഹന്ന ദൈവസന്നിധി കരഞ്ഞു. ദൈവത്തോട് ഹന്ന ഒരു കാര്യം പറഞ്ഞു, നീ എനിക്കൊരു മകനെ തന്നാൽ ആ മകനെ നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഈ ഏലിയുടെ പുത്രന്മാരെ കൊള്ളുകയില്ല. ഹന്നയ്ക്കറിയാമായിരുന്നു അവരെ ഇന്നല്ലേ നാളെ ദൈവം അവരെ നശിപ്പിച്ച് കളയും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവകൂടാരത്തെയും ദൈവത്തിൻ്റെ യാഗങ്ങളെ അപമാനിക്കുന്ന ആളുകൾക്ക് എത്ര കാലം നിൽക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു, നീ എനിക്കൊരു മകനെ തന്നാൽ അവനെ ദൈവിക ശുശ്രൂഷകൾക്കായി ഞാൻ തിരിച്ചു നൽകാമെന്ന്. അവൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏലി അവളുടെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. പക്ഷേ ഏലിക്ക് മനസ്സിലായില്ല അവൾ പ്രാർത്ഥിക്കുകയെന്ന്. ഏലി വിചാരിച്ചു ഇവൾ വീഞ്ഞ് കുടിച്ചിട്ട് പൂസായി എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ വീഞ്ഞിറങ്ങട്ടടി എന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയൊക്കെ ഏലി ചെയ്തു. ഹന്ന പറഞ്ഞു, എന്നെ അങ്ങ് നീച സ്ത്രീയായി ഗണിക്കരുത്, ഞാൻ വീഞ്ഞ് കുടിച്ചിട്ടില്ല. എൻ്റെ മനോദുഃഖം കൊണ്ട് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്ന ഏലി പറഞ്ഞു, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു മകളെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഹന്ന എഴുന്നേറ്റ് സന്തോഷത്തോടു പോയി എന്നാണ്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവൾക്ക് ശമൂവേലിനെ മകനായി നൽകി. ശമൂവേലിനെ അവൾ ദൈവത്തിന് തിരികെ നൽകി. മുലകുടി മാറുന്നതുവരെ ഞാൻ വിചാരിക്കുന്നു 3 വർഷം വരെ അവളെ ഭവനത്തിൽ അവനെ വളർത്തി. ആ കാലഘട്ടങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്താണ് മകനെ വളർത്തിയത്. എല്ലാ വർഷവും എൽക്കാന തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ദൈവാലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ ഹന്നായെയും വിളിച്ചു. ഹന്ന പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. മകന് മുലകുടി മാറിയ ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുഴുവൻ സമയവും എൻ്റെ മകനെ വളർത്തുന്നതിനായിട്ട് എനിക്ക് ഉപയോഗിക്കണം. അന്യ സ്വാധീനങ്ങൾ അവനിൽ വരരുത്.
ഏലിയുടെ മക്കളോട് പെരുമാറുന്നവൻ കാണരുത്. അതുപോലെ അവിടെ ചെല്ലുന്ന എല്ലാവരും അവനെ ഓമനിക്കാനിടയാകരുത്. എനിക്ക് അവനെ വളർത്തണം, ഭക്തിയോടെ വളർത്തണം, ദൈവവചനം പഠിപ്പിക്കണം, ഭക്തി അവനെ പഠിപ്പിക്കണം. അതിനുശേഷം അവനെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നൊരു സമയം വരും. 3 വയസ്സോ 4 വയസ്സോ ആയ സമയത്ത് അവനെ കൊണ്ടുപോകും. അതുവരെ ഞാൻ അവനെ വളർത്താമെന്ന് പറഞ്ഞു. എത്ര നല്ല മാതൃകയാണ്. ഇന്നത്തെ അമ്മമാർക്ക് മക്കളെ വളർത്താനേ സമയമില്ല. പ്രസവിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ വല്ല കൃഷിയിലും കൊണ്ട് കൊടുത്തിട്ട് അവരെ വളർത്തിക്കൊള്ളാനാണ് പറയുന്നത്. എത്ര സങ്കടകരമാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറകൾ വരുമ്പോൾ ദൈവത്തെ അറിയാത്തൊരു തലമുറയാണ് മക്കളുടെ ഭവനങ്ങളിൽ പോലും വളരുന്നത് എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം മക്കളെ അമ്മമാർക്ക് നൽകുന്നത് അവരെ വളർത്തുവാനാണ്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കണം. നല്ല മക്കൾ അബദ്ധവശാൽ ലഭിക്കുന്നതല്ല എൻ്റെ പ്രിയമുള്ളവരെ. ഒരു ശമൂവേലിനെ ഹന്നയ്ക്ക് ലഭിച്ച അബദ്ധവശാലല്ല, അവളുടെ കണ്ണുനീരാണ്, കണ്ണുനീരൻ്റെ മകനാണ്. അതുപോലെ അവൾ സമയവും താല്പര്യവും ശക്തിയും എല്ലാം ഉപയോഗിച്ച് ദൈവ വഴികളിൽ അവനെ വളർത്തിയതുകൊണ്ടാണ് ശമൂവേൽ ദൈവത്തിന് ഏറ്റവും വലിയ പുരോഹിതനും പ്രവാചകനും ഒരു ന്യായാധിപനുമായി തീർന്നത്. അതെ, 3 ഔദ്യോഗിക സ്ഥാനങ്ങളും ഒരുമിച്ച് വഹിച്ച ഒരേ ഒരാളെ ഇസ്രായേലിലുള്ളൂ, അത് ശമൂവേലാണ്. അതിനുശേഷം അത് 3 സ്ഥാനങ്ങളുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അപ്പോൾ ശമൂവേൽ അത്ര വലിയൊരു മനുഷ്യനായി തീർന്നു. അതിൻ്റെ കാരണം അവൻ്റെ പിന്നിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിയ ഒരമ്മയും, അതുപോലെ തന്നെ അവനെ വളർത്തുവാൻ വേണ്ടി സമയം മാറ്റിവെച്ച ഒരമ്മയും ഹന്നയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളും ഹന്നയെപ്പോലെ മക്കൾക്ക് വേണ്ടി ഭാരത്തോട് പ്രാർത്ഥിക്കുകയും അവരെ വളർത്തുന്നതിന് നമ്മുടെ സമയം നാം മാറ്റിവെക്കുകയും ചെയ്താൽ അനുഗ്രഹീതരായ മക്കളെ ദൈവം നമുക്ക് നൽകും. അങ്ങനെ നല്ല മക്കളുടെ അമ്മമാരും അപ്പന്മാരുമായി തീരുവാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഹന്നയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കർത്താവെ, എൽക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നല്ല കുടുംബമായിരുന്നു എന്ന് പറയാനൊക്കില്ല. കാരണം പെനീന വളരെയധികം ഹന്നയെ ദുഃഖിപ്പിച്ചതായിട്ടാണ് വായിക്കുന്നത്. അതുപോലെ എൽക്കാന ഹന്നയെ പെനീനയേക്കാൾ കൂടുതൽ സ്നേഹിച്ചതായിട്ടും വായിക്കുന്നുണ്ട്. അതൊക്കെയും ദൈവത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവെ, ഞങ്ങളെ സ്നേഹം കൊടുക്കേണ്ടിടത്ത് എല്ലാവർക്കും തുല്യമായി കൊടുക്കുവാനൊക്കെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഹന്നയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അതേ കർത്താവ്, ഹേലിയുടെ മക്കളുടെ ദുഷിച്ച പെരുമാറ്റങ്ങൾ കണ്ടതായിരിക്കുന്ന ഹന്ന ദുഃഖത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, നീ എനിക്കൊരു മകനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് വേണ്ടി വളർത്താമെന്ന്. അങ്ങനെ വളർത്തപ്പെട്ട ഒരു മകനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും സ്വീകരിച്ച് അവനെ വളർത്തി. കർത്താവെ, അതേ ഒരേ സമയത്ത് പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമായി അവൻ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്തതായിട്ട് ഞങ്ങൾ കാണുന്നു. മക്കൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുവാനും അവരെ വളർത്തുവാൻ വേണ്ടി സമയമെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ദിവസത്തെ അനുഗ്രഹിച്ച് തന്നാട്ട്, കൃപ കൊണ്ട് നിറച്ചാട്ട്, ആപത്തടസ്സങ്ങളിൽ നിന്ന് വിടുവിച്ചാട്ട്, ആവശ്യങ്ങളെ നടത്തി തന്നാട്ട്. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.